सर्वेषां नमस्कारः। अद्य अस्माकं विद्यालयस्य संस्कृतदिनाघोषः भवति। प्रार्थनया सह अस्माकं कार्यक्रमस्य आरम्भं कुर्मः। प्रार्थनाम् आलपति कुमारी कृष्णप्रिया। पठामि संस्कृतं नित्यं, वदामि संस्कृतं सदा, ध्यायामि संस्कृतं सम्यक्, वन्दे संस्कृतमातरम्। अधुना स्वागतभाषणं भवति। स्वागतभाषणं करोति कुमारी अश्वती। सर्वेषां नमस्कारः। संस्कृतदिनाशंसाः च। स्वागतभाषणमेव मम कर्तव्यः। अस्य कार्यक्रमस्य अध्यक्षा भवति श्रीमती जिसा जौमोन् महाभागा। तस्यै महाभागायै स्वागतं व्याहरामि। अस्माकं संस्कृतदिनस्य उद्घाटका भवति आदरणीय पालक्काड् नगरसभाध्यक्षा श्रीमती प्रिया अजयन् महाभागा। तस्यै महाभागायै स्वागतं व्याहरामि। अद्य संस्कृतदिनसन्देशं प्रदातुम् अत्र सन्निहिता अस्ति श्रीमती जयगीता के.एन् महाभागा। तस्यै महाभागायै स्वागतं व्याहरामि। आशंसाभाषणार्थम् अत्र सन्निहिता सन्ति श्रीमती लिसि महाभागा, श्रीमती निर्मला महाभागा, श्रीमती उषा महाभागा, श्रीमती नसीमा जाफर महाभागा, श्रीमती प्रमीला देवी महाभागा, श्री शशिधरन् महाभागः। तेभ्यः स्वागतं व्याहरामि। एकवारमपि सर्वेषां स्वागतं व्याहृत्य विरमामि। जयतु संस्कृतं, जयतु भारतम्। अस्माकं कार्यक्रमस्य अध्यक्षा भवति अस्माकं विद्यालयस्य अध्यापकरक्षाकर्तृसमितेः अध्यक्षा भवति श्रीमती जिसा जौमोन् महाभागा। तां महाभागाम् अध्यक्षभाषणार्थं सहर्षम् आमन्त्रयामि। എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസ്കൃത ദിനം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലവും നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ ദിനം ആഘോഷിച്ചത്. ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. സ്കൂളിൽ തന്നെ നിങ്ങൾ എത്തിയിട്ട് ഇപ്പോൾ 2 കൊല്ലത്തോളം ആവാൻ പോകുന്നു. എല്ലാവരും വീട്ടിലിരുന്ന് എത്രയും പെട്ടെന്ന് സ്കൂളിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നറിയാം. പക്ഷേ ജീവിതത്തിൽ ഓരോ ദിവസത്തെയും വെറുക്കരുത്. ചില ദിവസങ്ങൾ സന്തോഷം ഉള്ളതായിരിക്കാം, ചില ദിവസങ്ങൾ സങ്കടങ്ങൾ നിറഞ്ഞതായിരിക്കാം. സന്തോഷമുള്ള ദിവസം സന്തോഷിക്കാനും സങ്കടമുള്ള ദിവസം അതിനെക്കുറിച്ച് മോശം ദിവസങ്ങൾ നമുക്ക് ചില തിരിച്ചറിവുകൾ തരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഒരു കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടെക്നോളജികൾ പുതിയതായി വരികയും നമ്മളതെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ തന്നെ കഴിഞ്ഞിട്ടുള്ളത്. സംസ്കൃതം നമ്മളുടെ ഭാഷയാണ്. നമ്മുടെ മലയാളം നമ്മൾ ഇതുപോലെ ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ പ്രത്യേകതകളും പ്രാധാന്യവുമുണ്ട്. പ്രത്യേകിച്ച് സംസ്കൃതം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭാഷയുടെ എല്ലാത്തിൻ്റെയും പൈതൃകം അവകാശപ്പെടാവുന്ന ഭാഷയാണ്. നമ്മുടെ മലയാളം തന്നെ സംസ്കൃത ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഭാഷയാണ്. അപ്പോൾ തന്നെ അത് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ ഭാരതത്തിൻ്റെ പുരാണങ്ങളെല്ലാം, അതായത് രാമായണവും മഹാഭാരതവും എല്ലാം സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഈ ഭാരതം ലോകത്ത് നൽകിയ അമൂല്യമായ ഗ്രന്ഥങ്ങളിൽ എല്ലാം തന്നെ സംസ്കൃതത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം സംസ്കൃത ഭാഷയിലാണ് എഴുതപ്പെട്ടുള്ളത്. എന്തിന്, നമ്മുടെ കാളിദാസൻ എഴുതിയിട്ടുള്ള കവിതകളും അങ്ങനെ ഒട്ടനവധി ക്ലാസിക് കൃതികൾ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സംസ്കൃത ഭാഷ. ഇന്നും നിലനിൽക്കുന്ന ക്ലാസിക് കൃതികൾ ഭാരതത്തിൻ്റേതായിട്ടുള്ളത്. അപ്പോൾ സംസ്കൃതം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഫ്രാൻസ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഒരു ഭാഷയായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. നമ്മളിവിടെ ഫ്രഞ്ച് പഠിക്കുന്ന പോലെ തന്നെ അവിടെയുള്ള ഒരു സംസ്കൃതം പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഭാഷയും ആ ഒരു സംസ്കാരത്തിൻ്റെ തായ്വേരുകളാണെന്ന് പറയാം. കാരണം വേര് എത്രത്തോളം മണ്ണിൽ ആഴ്ന്നിറങ്ങുന്നുവോ അത് ആ നാടിൻ്റെ സംസ്കാരവും സംസ്കൃതിയുമാണ്. അപ്പോൾ നമ്മളുടെ മാതൃഭാഷ മലയാളം തന്നെ സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് വാക്കുകൾ നമ്മളിപ്പോഴും മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്.
ഇന്ന് കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പോലും സംസ്കൃതം ഉപയോഗിക്കുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ഇന്ന് നമുക്കിവിടെ 2 പേരാണ് ചീഫ് ഗസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നഗരസഭയുടെ അധ്യക്ഷ ആയിട്ടുള്ള പ്രിയ മാഡം, പ്രിയ ജയൻ മാഡത്തിനെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഗവൺമെൻറ് മോയിൻസ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന സംസ്കൃത ദിനാചരണത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കറിയാം, ശ്രാവണ മാസത്തിലെ പൗർണമി ദിനമാണ് സംസ്കൃത ദിനമായി നാം ആചരിക്കുന്നത്. ഏതാണ്ട് 45 കൊല്ലം മുൻപാണ് ശ്രാവണ പൂർണിമ സംസ്കൃത ദിനമായി ആഘോഷിക്കുവാൻ തുടങ്ങിയത്. നമുക്കറിയാം, ഇന്ത്യയെ ഒരു ജനതയും ഒരു സംസ്കാരത്തിൻ്റെ കൂട്ടായ്മയും അഖണ്ഡ ഭൂമിയായും നിലനിർത്തിയിരുന്നത് സംസ്കൃതവുമായുള്ള ഒരു ബന്ധമാണെന്ന് നമുക്കറിയാം. സംസ്കൃത ഭാഷ എന്നത് ഒരു പരിഷ്കൃത ഭാഷയായിരുന്നു. പഴക്കം ചെല്ലുന്തോറും പുതുമ നശിക്കുന്നില്ല എന്നതാണ് സംസ്കൃതത്തിൻ്റെ സവിശേഷത. സംസ്കൃതം സാഹിത്യഭാഷയോ കാവ്യഭാഷയോ മാത്രമായി ഒതുങ്ങാതെ ഇന്ത്യയുടെ വ്യവഹാര ഭാഷയും സംസാര ഭാഷയുമായി മാറണമെന്ന് ഒട്ടേറെ പേർ ഇതിൽ ആഗ്രഹിച്ചിരുന്നു. ഈ രംഗത്തുമുണ്ട് കേരളത്തിൻ്റെതായ മഹത്തായ സംഭാവനകൾ. പുന്നശ്ശേരി നമ്പി എന്ന സംസ്കൃത പണ്ഡിതൻ സംസ്കൃതം സംസാര ഭാഷയായി മാറാൻ അതെങ്ങനെ പഠിപ്പിക്കണം എന്നതിന് ഒരു പദ്ധതി വരെ നടപ്പാക്കിയിരുന്നത് നാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ മാതൃക പലരും പിന്തുടരുകയും ഒട്ടേറെ പേർ സംസ്കൃതം മാതൃഭാഷ പോലെ തന്നെ ഉപയോഗിക്കുവാനും തുടങ്ങി. ഇന്ന് നാം കണ്ടു തുടങ്ങുന്നത് പല വിദ്യാർത്ഥികളും സ്കൂൾ തലം മുതൽ തന്നെ സംസ്കൃത ഭാഷയെ നെഞ്ചിലേറ്റി അതൊരു പഠന വിഷയമാക്കി അതിൽ കൂടുതൽ ഗവേഷണങ്ങൾ വരെ ഇന്ന് നടത്തുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയേറെ പ്രാധാന്യം ഉള്ള ഒരു ഭാഷ മറ്റേതുമില്ലതാനും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ മോയിൻസ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സംസ്കൃത ദിനാചരണം നടത്തുന്നതിന് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള എല്ലാവർക്കും, സംസ്കൃത ഭാഷ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസ്കൃത ദിന സന്ദേശം പ്രദാതും അത്ര സന്നിഹിതാസ്തി ശ്രീമതി ഡോക്ടർ ജയഗീത മഹാഭാഗ. ഏഷാ മഹാഭാഗ കേരളവർമ്മ മഹാവിദ്യാലയെ അസിസ്റ്റന്റ് പ്രൊഫസർ രൂപേണ കർമ്മ കരോതി. താം മഹാഭാഗാം സംസ്കൃതദിന സന്ദേശം പ്രദാതും സഹർഷം ആമന്ത്രയാമി. പാലക്കാട് ഗവൺമെൻറ് മോയൽ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സംസ്കൃത ദിനാചരണത്തിൻ്റെ ഭാഗമായി സംസാരിക്കാൻ അവസരം നൽകിയ ഓരോരുത്തരോടും സന്തോഷം രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട പാലക്കാട് നഗരസഭ അധ്യക്ഷ ശ്രീമതി പ്രിയ അജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീമതി ജിസ ജോമോൻ അധ്യക്ഷയായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ലിസി ടീച്ചർ, ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ്മാരായ ശ്രീമതി നിർമ്മല ടീച്ചർ, ശ്രീമതി ഉഷ ടീച്ചർ, SMC ചെയർപേഴ്സൺ ശ്രീമതി നസീമ ജാഫർ, സംസ്കൃത അധ്യാപികയായ പ്രമീള ദേവി ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികൾ, ഇന്ന് ഈ സംസ്കൃത ദിനാചരണത്തിന്റെ ഭാഗമായി ദൂരദൃശ്യ പ്രണാളിയിലൂടെ സംസ്കൃത വാരാചരണം സജീവമായി നടക്കുന്നുണ്ട്. സംസ്കൃത ഭാഷയുടെ പ്രസക്തി തിരിച്ചറിയുന്നത് ഇന്ന് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നുണ്ട്. സംസ്കൃതത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാലയമാണ് ഈ ഗവൺമെൻറ് മോയൽ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് സുനന്ദ ടീച്ചർ പറയുകയുണ്ടായി. വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും ആ വിദ്യാലയത്തിന്റെ ഭാഗമായി 2 വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അവിടെയുള്ള മിടുക്കികളായ ഓരോ വിദ്യാർത്ഥിനികളോടും അധ്യാപക സുഹൃത്തുക്കളോടും
ഒരു സംസ്കൃത പ്രണയിനി എന്ന പേരിൽ ഞാൻ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സംസ്കൃതം കേവലം ആശയവിനിമയത്തിനുള്ള ഭാഷയല്ല, മറിച്ച് നമ്മുടെ സംസ്കൃതിയെയും ശാസ്ത്ര പാരമ്പര്യത്തെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഭാഷാ പദ്ധതി തന്നെയാണ് സംസ്കൃതം. ഒരു ബൃഹത്തായ ശാസ്ത്ര സമൂഹത്തെ രേഖപ്പെടുത്താൻ ഉപയോഗിച്ച ഈ ഭാഷ ഇന്നും അത്ഭുത പ്രതിഭാസമായി നിലകൊള്ളുന്നു. ഇത് കേവലം ഭാഷയായി മാത്രം ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ ചുരുങ്ങാതെ ജീവിത മൂല്യങ്ങളെയും ആദർശങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ആധുനിക കാലത്തും പ്രസക്തിയോടെ നിലകൊള്ളുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ, സാമാജിക വിഷയങ്ങളിൽ, വിജ്ഞാന വിസ്ഫോടനത്തിൽ മഹത്തായ സംഭാവന നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക ഭാഷാ പരിഷ്കരണത്തിൽ വലിയൊരു സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നത് സസന്തോഷം അറിയിക്കുന്നു. പുതിയ പുതിയ ഭാഷാ പരിഷ്കരണത്തിൽ സംസ്കൃതത്തിന് വലിയൊരു സ്ഥാനമാണ് പുതിയ പദ്ധതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ശാസ്ത്രമെടുത്താലും അതിനെ പരാമർശിക്കുന്ന സംസ്കൃത ഗ്രന്ഥങ്ങളെയും സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ വിവരിക്കുന്നതായ അത്തരം ഗ്രന്ഥങ്ങളെ, സംസ്കൃതത്തിനോട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. സംസ്കൃതത്തിന്റെ മഹത്വം ഏതാനും വാക്കുകളിലൂടെ പറയാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. എങ്കിലും പൊതുവെ വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന അറിവ് അധ്യയനം ചെയ്ത് ആ അറിവിനെ ഉൾക്കൊണ്ട് അത് ആചരിച്ച് പ്രചരിപ്പിച്ച് പ്രയോജനപ്രദമാക്കണമെന്നാണ് നമ്മുടെ പൂർവിക ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കേവലം ഉദ്യോഗപ്രാപ്തി മാത്രമല്ല വിദ്യയുടെ ലക്ഷ്യം. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും സമൂഹത്തില് നന്മ ചെയ്യുവാനും നല്ലൊരു മനുഷ്യനാവാനും വിദ്യ എന്നും മനുഷ്യനെ സഹായിക്കുന്നു. ഇവിടെ വിദ്യാർത്ഥിനികളായി ഉള്ള ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: സംസ്കൃത അധ്യയനം നമ്മളെ ആത്മവിശ്വാസത്തിൻ്റെയും ഒരു മേഖല, ആത്മവിശ്വാസത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് ഉറച്ച കാൽവെപ്പ് നൽകി എത്തിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതിൽ യാതൊരു സംശയവുമില്ല. തല ഉയർത്തി സ്വതന്ത്രത്തിന് നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് ഈ സംസ്കൃത അധ്യയനം എന്നത് തിരിച്ചറിഞ്ഞ് നമുക്ക് വരാൻ പോകുന്ന തലമുറയ്ക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്ത്രീകളായ നമുക്ക് പ്രത്യേകിച്ചും വലിയൊരു പങ്കാണുള്ളത്. വിനയം, സഹിഷ്ണുത തുടങ്ങിയവയിലൂടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധിയിലൂടെ സമാധാനവും സന്തോഷവും നമുക്ക് നൽകാൻ സാധിക്കും. ഇന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മഹത്തായൊരു വാക്യമാണ്: തമസോ മാ ജ്യോതിർഗമയ. സ്വാർത്ഥത, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം തുടങ്ങിയ അസംഖ്യം അജ്ഞാനത്തിന് കാരണമാകുന്ന വിഷയങ്ങളിൽ നിന്ന് നമുക്ക് പ്രകാശത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നമുക്ക് വെളിച്ചം പകരാൻ സാധിക്കട്ടെ എന്ന ആ വലിയ ആശയത്തെ, തമസോ മാ ജ്യോതിർഗമയ എന്ന ആശയത്തെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിനയത്തോടെ അവസാനിപ്പിക്കുന്നു. अधुना आशंसा भाषणार्थम् अस्य विद्यालयस्य प्राचार्या श्रीमती लिसि महाभागा आमन्त्रयामि. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഇന്ന് ലോക സംസ്കൃത ദിനം. ശ്രാവണ മാസത്തിലെ
പൗർണമി ദിനമാണ് സംസ്കൃത ദിനമായി ആചരിക്കുന്നത്. 1969 MC ചഗ്ല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്താണ് ഇതിന് തുടക്കം കുറിച്ചത്. ആകാശവാണിയിൽ സംസ്കൃത വാർത്താ പ്രക്ഷേപണം ആരംഭിച്ചതും സംസ്കൃത വാരാചരണം ആരംഭിച്ചതും 1969 2000-2001 വർഷം സംസ്കൃത വർഷമായി വാജ്പേയി സർക്കാർ ആചരിക്കുകയുണ്ടായി. ഭാഷാസു മുഖ്യ മധുര രമ്യ ഗീർവാർണ ഭാരതി. ഭാഷയിൽ പ്രമുഖവും മനോഹരവുമാണ് സംസ്കൃതം. ലോകത്തിലെ അതിപുരാതന ഭാഷകളിലൊന്നായ സംസ്കൃതത്തിന് 5000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. പ്രാചീന ഭാരതത്തിലെ സംസ്കാരവുമായി 5000-ലേറെ വർഷത്തെ പഴക്കമുള്ളതായി പഴമക്കാർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയിലെ നാനാജാതി മത ഭാഷ സാമൂഹ്യ വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ സംസ്കൃത ഭാഷയ്ക്ക് വളരെയധികം പങ്കുണ്ട്. ഈ ഭാഷയ്ക്ക് ഇനിയും പ്രാധാന്യം ലഭിക്കട്ടെ എന്ന്, ഈ ഭാഷയിലൂടെ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഒന്നുകൂടി ഊട്ടിവളർത്താൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസാ ഭാഷണാർത്ഥം അസ്യ വിദ്യാലയസ്യ പ്രധാനാധ്യാപിക ശ്രീമതി നിർമ്മല മഹാഭാഗ ആമന്ത്രയാമി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിർമ്മല, മോയിൻസ് സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മുടെ മോയിൻസ് സ്കൂളിൽ സംസ്കൃത ദിനം ആചരിക്കുന്നു. സാധാരണഗതിയിൽ സ്കൂൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് ഒത്തുകൂടി വളരെ സന്തോഷത്തോടെ നടത്തേണ്ട പരിപാടികളെല്ലാം തന്നെ കോവിഡ് കാരണം 2ാം വർഷവും ഓൺലൈൻ വഴിയാണ് നടത്തുന്നത്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് എല്ലാ വർഷവും SSLCക്ക് സംസ്കൃതത്തിൽ മികച്ച വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഈ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാഷയായതുകൊണ്ട് എല്ലാ ഭാഷകളുടെയും മാതാവായി സംസ്കൃത ഭാഷ കരുതപ്പെടുന്നുമുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ സംസ്കൃതത്തിൻ്റെ അറിവ് നമുക്ക് കൂടിയേ തീരൂ. മാത്രമല്ല, ശാസ്ത്രശാഖകൾ വികാസം പ്രാപിച്ചിരിക്കുന്നത് പ്രാചീന കാലത്തിൽ സംസ്കൃത ഭാഷയിലൂടെയാണ് എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികളെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ നമ്മുടെ സർക്കാർ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഉയർത്തുന്നതിന് ഓരോ കുട്ടിക്കും സംസ്കൃത ഭാഷ ആഴമായി പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല, ഇന്നത്തെ പരിപാടിക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസാ ഭാഷണം കരോതി അസ്മാകം വിദ്യാലയസ്യ പ്രധാനാധ്യാപിക ശ്രീമതി ഉഷ മഹാഭാഗ. ഇന്ന് സംസ്കൃത ദിനം. ഈ സംസ്കൃത ദിനം ആഘോഷിക്കാൻ ഉദ്ഘാടനത്തിനെത്തിയ നമ്മുടെ പാലക്കാട് നഗരസഭാധ്യക്ഷ, അതുപോലെ ഈ പരിപാടിയുടെ ആധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയങ്കരിയായ PTA പ്രസിഡന്റ് ജിസ ജോമൻ, സംസ്കൃത ദിന സന്ദേശം നൽകുന്ന ഡോക്ടർ ജയഗീത, നമ്മുടെ സ്കൂളിൻ്റെ HM നിർമ്മല ടീച്ചർ, ഈ പരിപാടിയിൽ സ്വാഗതവും നന്ദിയൊക്കെ പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ സഹപ്രവർത്തകരെ, കുട്ടികളെ, എല്ലാവർക്കും സംസ്കൃത ദിനത്തിൻ്റെ ആശംസകൾ ആദ്യമായി തന്നെ നേരുന്നു. സംസ്കൃതം പഠിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയൊരു അപൂർവമായിട്ടുള്ളൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഏതാണ്ട് തെന്നിന്ത്യൻ ഭാഷകളുടെ
കുറേയൊക്കെ അടിസ്ഥാനം മനസ്സിലാക്കാൻ സംസ്കൃത ഭാഷാ പഠനം സഹായിക്കുന്നുണ്ട്. ഈ ഭാഷ ദേവന്മാരുടെ ഭാഷയായി കൂടി ദേവഭാഷ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ശ്രാവണത്തിലെ പൗർണമി ദിവസമാണ് സംസ്കൃത ദിനമായി ആഘോഷിക്കുന്നത്. ഇവിടെ സംസ്കൃതം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും മനസ്സിൽ സംസ്കൃതം പഠിക്കാൻ കഴിഞ്ഞ ഈ ഹൈസ്കൂൾ കാലഘട്ടം എപ്പോഴും നിറമുള്ളതായി അവശേഷിക്കും. നിങ്ങൾക്ക് തുടർന്നും സംസ്കൃതത്തിൽ തന്നെ ഉപരിപഠനം നടത്താനും സംസ്കൃതത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഭാഷയും മാതൃഭാഷയൊക്കെ ഒരുപോലെ സ്നേഹിക്കാനും ഒക്കെ കഴിയട്ടെ. ഇനിയും ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്നുള്ള ആശംസയാണ് ടീച്ചർക്ക് തരാനുള്ളത്. എല്ലാവർക്കും നന്ദി. आशंसा भाषणार्थम अस्य विद्यालयस्य SMC अध्यक्षा श्रीमती नसीमा जाफर महाभागां आमन्त्रयामि. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ സംസ്കൃത ദിനാചരണാശംസകൾ നേരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷ, പുരാതന ഭാഷ എന്നാണ് സംസ്കൃതം അറിയപ്പെടുന്നത്. വേദങ്ങൾ രചിച്ച വേദഭാഷയായിട്ടാണ് സംസ്കൃതത്തെ കണക്കാക്കി പോന്നിരുന്നത് ഇക്കാലം വരെയും. ഇപ്പോൾ പക്ഷെ അവസ്ഥയൊക്കെ മാറി പുതിയ തലമുറ സംസ്കൃതത്തെ കൂടുതൽ അടുത്തറിയാനും പഠിക്കുവാനും അതിൽ ആശയവിനിമയം നടത്തുവാനും സംസ്കൃതത്തെ കൂടുതൽ ജനകീയമാക്കുവാനൊക്കെ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വേദഭാഷയായി മാത്രം അല്ലെങ്കിൽ ഉന്നതരുടെ ഭാഷയായി മാത്രം കണ്ടിരുന്ന സംസ്കൃതത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നുള്ള പ്രവർത്തനങ്ങൾ കൂടിയാണ് ഇനി വരും കാലഘട്ടങ്ങളിലും വേണ്ടത്. കുട്ടികളിലേക്കും കൂടുതൽ പേരിലേക്കും സംസ്കൃതത്തെ എത്തിക്കുക എന്നുള്ളതാണ് ഈ വക ഇതുപോലെയുള്ള ദിനാചരണങ്ങളുടെ ഭാഗമായിട്ടല്ല നമ്മൾ ഏറ്റവും കൂടുതൽ കണക്കാക്കേണ്ടത്. ഏതായാലും ഈ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന മോയൻസ് സ്കൂളിൻ്റെ ഈ സംസ്കൃത ദിനവുമായി ബന്ധപ്പെട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. आशंसा भाषणं करोति अस्य विद्यालयस्य हायर सेकेंडरी विभागस्य संस्कृताध्यापिका श्रीमती प्रमीला देवी महाभागा. प्रिय छात्राः, नवषष्ट्यधिक 1929 केन्द्र सर्वकारेण श्रावणपूर्णिमादिनं संस्कृतदिनम् इति घोषितम्. अयं कालः संस्कृतसप्ताहकालः इति सर्वे वयं जानीमः. भावाविष्करणार्थं भाषा अथवा व्यवहारार्थं भाषा इति भाषायाः निर्वचनं. किन्तु इयं भाषा केवलं व्यवहाराय न इति सर्वे वयं जानीमः. भारतीय संस्कृतेः आधारभूताम् इमां भाषां सर्वे नूनं पठेयुः, तस्याः प्राधान्यम् अवगच्छन्तु इति चिन्तया सर्वकारेण एतादृशः निर्णयः कृतः. सर्वेषामपि हृदये संस्कृताय स्थानं निश्चयेन भवेयुः इति प्रार्थनया अहं विरमामि. सर्वेभ्यः संस्कृतदिन शुभाशयाः. आशंसा भाषणं करोति अस्य विद्यालयस्य अध्यापक प्रतिनिधि श्री शशिधरन महाभागः. എല്ലാവർക്കും നമസ്കാരം. സംസ്കൃത ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്റ്റാഫ് കൗൺസിലിൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. संस्कृत दिन प्रतिज्ञां कर्तुं कुमारी श्रीलेखाम् आमन्त्रयामि. संस्कृतं मम जीववाणी, तस्याः समृद्धायां ज्ञानाविधायां पूर्विकसम्पत्तौ अभिमानी भवामि. संस्कृतपठनं मम विनय आत्मगौरव सदाचार सामूह्य बोधादीनां सद्गुणानां विकासाय प्रभावयति. वसुदैव कुटुम्बकं, सत्यमेव जयते, सर्वे भवन्तु सुखिनः इत्यादिभिः आप्तवचनैः राष्ट्रस्य अखण्डता ऐक्यं च संस्कृतभाषायां सुरक्षितमिति विवेचयामि. अहं जातिवर्गस्त्रीपुरुषभेदबुद्धिं विना संस्कृतभाषापठने तथा प्रचरणे च सदा सर्वदा प्रयत्नं करोमि. स्नेहमयी माता स्वपुत्रान् इव अन्यभाषाः अपि आदिरशे. जयतु जयतु संस्कृतम्. कृतज्ञता भाषणं निर्वहति कुमारी निरुपमा दास. सर्वेषां नमस्कारः. संस्कृतदिन आशंसाः च. अत्र कृतज्ञता व्याहरणमेव मम कर्तव्यः. अस्माकं कार्यक्रमस्य अध्यक्षा आसीत् श्रीमती
जिसाजोमोन् महाभागा तस्यै महाभागै कृतज्ञतां व्याहरामि। अस्माकं कार्यक्रमस्य उद्घाटका आसीत् श्रीमती प्रिया अजयन् महाभागा तस्यै महाभागै कृतज्ञतां व्याहरामि। संस्कृतदिन सन्देशं कृतवती श्रीमती डॉक्टर जयगीता महाभागा तस्यै महाभागै कृतज्ञतां व्याहरामि। संस्कृतदिन सन्देशं कृतवती श्रीमती डॉक्टर जयगीता महाभागा तस्यै महाभागै कृतज्ञतां व्याहरामि। आशंसा भाषणं कृतवतां श्रीमती लिसी महाभागा, श्रीमती निर्मला महाभागा, श्रीमती उषा महाभागा, श्रीमती नसीमा जाफर महाभागा, श्रीमती प्रमीला देवी महाभागा, श्री शशिधरन् महाभागा च कृतज्ञतां व्याहरामि। एकवारमपि सर्वेषां कृतज्ञतां व्याहृत्य अहं विरमामि। जयतु संस्कृतं, जयतु भारतम्।